ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് 500+ പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 2.44% ആണ് ഇന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരാൻ പോകുന്നത്. 580.18 ആണ് ഇന്നത്തെ ഗ്യാപ്പ് ഡൗൺ. വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ വരാൻ പോകുന്നത്. നമുക്ക് ഇന്ന് നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 580 പോയിൻറ്റ്സ് താഴേക്ക് വന്നതുകൊണ്ട് ഓപ്പണിങ്ങിൽ പലരും വിചാരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ബൈയിങ് പ്രഷർ ഓപ്പണിങ്ങിലുണ്ടാവും, ഗ്യാപ്പ് ഫില്ലിങ് വരും, അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാൻഡിൽസും അതുപോലെ തന്നെ ചാർട്ട് ഫോർമേഷന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 23,200 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. 23,197.75 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. അപ്പോൾ ഒരുപക്ഷെ ഇനിയും another 500 പോയിൻറ്റ്സ് താഴേക്ക് പോകാനുള്ളൊരു പൊട്ടൻഷ്യൽ മാർക്കറ്റിനുണ്ട് എപ്പോഴും. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അതുപോലെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അത് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാനും പറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത്ര പോയിൻറ്റ്സ് താഴേക്ക് വന്നതുകൊണ്ട് മാർക്കറ്റ് ഇനി താഴേക്ക് പോയില്ലെന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 23,200 കോൾ ഓപ്ഷൻ 300 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്പണിംഗ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 23,500 കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 150 ട്രേഡ് ചെയ്യുന്നുണ്ട്. വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഒരു 350 ലെവലിലേക്ക് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചാർട്ടിൽ കൃത്യമായിട്ട് കാണുന്നില്ല. ഓക്കെ, വന്നിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ അതുപോലെ തന്നെ 23,200 പുട്ട് ഓപ്ഷൻ അറൗണ്ട് 180 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 23,600 കോൾ ഓപ്ഷൻ 100, 23,400 കോൾ ഓപ്ഷൻ, 23,450 കോൾ ഓപ്ഷൻ അറൗണ്ട് 160 ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 23,250 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിലും 23,100 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 175. ഓക്കെ, യെസ്, നമുക്ക് പുട്ട് ഓപ്ഷൻ ഒരു എൻട്രി ഉണ്ട്, നമുക്കത് എടുക്കാം. 23,100 പുട്ട് ഓപ്ഷൻ 172. ഓക്കെ, 23,000 പുട്ട് ഓപ്ഷൻ നോക്കിയാൽ 140. നമുക്ക് 23,000 പുട്ട് ഓപ്ഷൻ്റെ ഒരു പ്രൈസ് റിജക്ഷനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ ചാർട്ട്സ് കൃത്യമായിട്ട് ഫോം ചെയ്തിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ചാടിക്കയറി എൻട്രി എടുക്കാൻ നിൽക്കരുത്. 23,000 ഓപ്ഷൻ. ഒരു പ്രൈസ് റിജക്ഷൻ ഹയർ ലെവൽസ് എന്ന് പുട്ട് ഓപ്ഷനിൽ നമുക്ക് കാണാം. സ്പോട്ട് ചാർട്ടിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫസ്റ്റ് 1 മിനിറ്റിൽ വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിലുള്ള സമയമുണ്ട്. ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ മാർക്കറ്റ്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. വലിയ ഗ്യാപ്പ് ഡൗൺ വരുന്ന ദിവസങ്ങളിൽ എൻട്രീസ് വളരെയധികം ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ആസ് ഓഫ് നൗ എൻട്രീസ് ഒന്നും തന്നെ ഇല്ല.
23,500 കോൾ ഓപ്ഷൻ ഡേ ലോ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പുട്ട് ഓപ്ഷൻ ആണെങ്കിലും ആ ഒരു ഓപ്പൺ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 23,000 പുട്ട് ഓപ്ഷൻ. മേ ബി ഡേ ഹൈ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പുട്ട് ഓപ്ഷൻ. എന്നാലും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു പോയിന്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് പോയിന്റ്സ് ഗ്യാപ്പ് ഡൗൺ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു തെറ്റായിട്ടുള്ളൊരു എൻട്രി വലിയ ലോസിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു പേഷ്യൻസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് കാണിക്കാൻ പറ്റിയാൽ എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ എൻട്രി വരാതെ നമുക്ക് ചാടിക്കയറി എൻട്രി എടുക്കാനുള്ളൊരു ടെൻഡൻസി ഈ ഒരു പോയിന്റിൽ നമുക്ക് ഉണ്ടാവും. വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാലും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാലും. അപ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം എൻട്രി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. 23,000 പുട്ട് ഓപ്ഷൻ 140 അറൗണ്ട് 140 ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡേ ലോ ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷർ കോൾ ഓപ്ഷനിൽ വരുന്നുണ്ടെങ്കിലും നമുക്ക് എൻട്രി കൺഫർമേഷനോ ഡയറക്ഷൻ കൺഫർമേഷനോ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞു ഏതെങ്കിലും ഡയറക്ഷൻ പ്രോപ്പറായിട്ട് കൺഫേം ആയതിന് ശേഷം നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിൽ. 23,260 ലെവലിലേക്ക് ആണ് ഫോൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി ഉണ്ട് 22,950 നോക്കാം. ഫസ്റ്റ് തന്നെ എൻട്രി വന്നു കഴിഞ്ഞാൽ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളവിടെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റം പോവും. പിന്നെ നമ്മൾ എടുത്തിട്ട് ലേറ്റ് ആവും. അത് എടുക്കുക, പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് ചെയ്യാം. അതിൽ നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അത് റൈഡ് ചെയ്യാനായിട്ട് നോക്കാം. 23,000 ഓൾറെഡി 160 ലെവലിലേക്ക് വന്നതുകൊണ്ട് ഞാൻ 22,900 ആണ് എടുത്തിട്ടുള്ളത്. 950. ഓക്കെ, നമുക്കൊരു 40-50 പോയിൻറ്റ്സ് ടാർഗറ്റ് ചെയ്യാം. 200 ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാം. നല്ലൊരു ഫോളോ വരുന്നുണ്ട്. ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ സാധാരണ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യാനായിട്ട് എപ്പോഴും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എൻട്രി കിട്ടിയെന്നുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. പക്ഷേ എൻട്രി നമ്മൾ പൊസിഷൻ സൈസ് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അത് ഡബിൾ എഡ്ജ് സ്വാഡാണ്. കാരണം നമുക്ക് പ്രോഫിറ്റ് വരുമ്പോൾ നല്ല പ്രോഫിറ്റും ലോസ് വരുമ്പോൾ നല്ല ലോസിലേക്കും പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡേ ഹൈ ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്തു. അത് റീടെസ്റ്റ് ആണോ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. റീടെസ്റ്റ് ആണെങ്കിൽ അത് പുൾ ബാക്ക് വരും, അല്ലെങ്കിൽ ഒരു ഡൗൺഫോൾ വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ആവറേജ് ചെയ്ത് കൊടുക്കാം. ആസ് ഓഫ് നൗ നമുക്ക് ഡേ ലോയിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല കോൾ ഓപ്ഷൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു ബൈയിങ് പ്രഷർ നമുക്ക് കാണുന്നത്. നമുക്ക് മാനേജ് ചെയ്യാം ഈ ഒരു ട്രേഡ്. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ സൈസ് ആണ് നമ്മുടെ ആകെയുള്ളൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം.
ഇപ്പോൾ നമുക്കൊരു ബൈയിങ് പ്രഷറുണ്ട്, നമുക്കൊരു അഡീഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഒരു ലോട്ടാണ് ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. യെസ്, നമ്മൾ 3 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. 146 ആണ് ആവറേജ് പ്രൈസ്. ഡേ ഹൈ വന്നിട്ടുള്ളത് 150.90 ആണ്. ഓക്കെ, നമ്മളൊരു ബ്രേക്ക് ഔട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പുട്ട് ഓപ്ഷനിൽ 3 ലോട്ട്സ് ആണ് നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് 500,000 റുപ്പീസ് ലോസിലാണ് നിൽക്കുന്നത്. നമുക്കൊരു ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, പുട്ട് ഓപ്ഷനിൽ നമുക്ക് നോക്കാം. ഡേ ലോ ലെവലിലേക്ക് ഫോളോ ചെയ്യുമോ നമുക്ക് നോക്കാം. സ്പോട്ട് ചാർട്ട് ഒന്ന് വാച്ച് ചെയ്യുന്നത് ഞാനിവിടെ സ്ക്രീനിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കാൻ വിട്ടു പോകുന്നതാണ്. ഡേ ഹൈ 150, നമുക്ക് 150 ലെവൽ ബ്രേക്ക് ചെയ്യട്ടെ. അതിനുശേഷം അടുത്ത അഡീഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അഗെയിൻസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഒരു എൻട്രി എടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് തേർഡ് എൻട്രിയിൽ നമ്മൾ എടുക്കാനുള്ളൊരു റീസൺ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു എൻട്രി 2 എൻട്രിയാണ് ശരിക്കും എടുക്കേണ്ടത്. നമ്മളത് ലിമിറ്റ് ചെയ്ത് ഒരു എൻട്രി ആക്കി എടുത്തു എന്നേ ഉള്ളൂ. 2 എൻട്രി വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഓരോ ഇതിലും നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ക്യാപിറ്റൽ ഗ്രോത്ത് വന്നതിന് ശേഷം ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഒരു എൻട്രി വെച്ചിട്ട് നമുക്ക് എടുക്കുന്നതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഒരു പ്രീമിയം DK വരുന്നുണ്ട്, പക്ഷേ ഓൾറെഡി ഡേ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സമയമെടുത്താലും അതൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് എത്രത്തോളം സക്സസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. 1000 റുപ്പീസ് ലോസിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടാണ് നമുക്ക് വേണ്ടത്. 150 ലെവൽ ബ്രേക്ക് ചെയ്യണം. വൺസ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിരിക്കും. നമുക്ക് ഡയറക്ഷൻ കൺഫേം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. കുറച്ചുകൂടി നേരത്തെ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു, മേ ബി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് നേരത്തെ. പക്ഷേ ആ ഒരു ഡേ ഹൈ റീടെസ്റ്റ് വളരെ ക്വിക്കായിരിക്കും എന്നുള്ളൊരു വ്യൂവിലാണ് ഞാനെന്ത് ചെയ്തത്, വെയിറ്റ് ചെയ്ത് അതിന് ശേഷം ബ്രേക്കൗട്ടിന് ശേഷം എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. എന്തായാലും അതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് കൺഫർമേഷൻ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയെന്ന് മാത്രം. പക്ഷേ പ്രൈസ് മേ ബി ഒരു 20 പോയിൻറ്റ്സ് പോയിട്ടുണ്ടാവാം. ഡേ ഹൈ റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ടാണ് നമുക്ക് വേണ്ടത്. യെസ്, ഒരു മൊമെൻറ്റം വരുന്നുണ്ട്. നമുക്കൊരു 146.52 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ്. 200 ടാർഗറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മൾ ഇന്നലെ ആഡ് ചെയ്യാൻ കുറച്ച് ഒരു കൺസർവേറ്റീവായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അഗ്രസീവായിട്ട് ആഡ് ചെയ്യണമെന്നല്ല, ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാതിരിക്കരുത്.
അത് ആഡ് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ പ്രീവിയസ് ഒരു എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡേ ലോ വന്നിട്ടുണ്ട് കോൾ ഓപ്ഷൻ, പക്ഷെ നമുക്ക് കൺഫർമേഷനൊന്നും കോൾ ഓപ്ഷനിൽ അപ്പർ സൈഡിലേക്ക് അല്ലെങ്കിൽ ഹയർ സൈഡിലേക്ക് പോകുന്നുള്ളതിന് കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇന്നലെ മിസ് ഔട്ട് ചെയ്തത്. കാരണം കോൾ ഓപ്ഷനിൽ ഡേ ഹൈ വരാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് ഡേ ലോ നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറ്റി, ഇന്നലെ നമ്മൾ പ്രോഫിറ്റിൽ വന്നിട്ടും അത് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കൂടുതൽ മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്തു, അത് വന്നില്ല, എഗെയിൻസ്റ്റ് വന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും മാർക്കറ്റ് കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൗണാണ്, ഒരു പുൾ ബാക്ക് പോലും തരാതെ പ്രീമിയം ഫുള്ളായിട്ട് ഡീക്കേ ആയി പോകുന്നതാണ് പുട്ട് ഓപ്ഷനിൽ കണ്ടത്. അതിനുശേഷം ഇന്നൊരു 500 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് വന്നെങ്കിലും ആ ഒരു പോയിന്റിൽ നമുക്ക് അത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മളത് ലോസ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. ലോസ് ബുക്ക് ചെയ്യുന്നതിന് തന്നെയാണ് നല്ലത്. ഇപ്പോൾ വരുന്ന നമുക്ക് അറിയുമെങ്കിലും ആ ദിവസം തന്നെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. മാർക്കറ്റിന് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ വരാം, അല്ലെങ്കിൽ ആ ഒരു എക്സ്പയറിയോടുകൂടി വരാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അനാവശ്യമായിട്ട് മാർക്കറ്റിനെ ചലഞ്ച് ചെയ്യാനായിട്ട് പോകരുത്. കാരണം നമ്മുടെ കയ്യിലുള്ളത് ലിമിറ്റഡ് ക്യാപിറ്റൽ മാത്രമാണ്. ഇനിയിപ്പോൾ എത്ര ക്യാപിറ്റൽ ആണെങ്കിലും ചലഞ്ച് ചെയ്യാതിരിക്കുക. അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വൺസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ പോകുന്നില്ലെങ്കിൽ അത് നമ്മൾ ലോസ് ബെയർ ചെയ്യുക, എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് എത്ര ലോസ് എടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഗ്രോത്ത് പ്രോഫിറ്റിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഡിസിപ്ലിനാണ് നമ്മൾ ഓവർ ദ ടൈം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഡയറക്ഷനിൽ വളരെ സ്മൂത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 പോയിൻറ്റ്സ് പ്രോഫിറ്റിൽ 10-15 പോയിൻറ്റ്സ് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു ഓൾറെഡി. പക്ഷേ ആഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല. ഇപ്പോൾ ഒരു റിസ്കി അഡീഷൻ ഉണ്ട്. നമുക്ക് കൺഫേം ആയതിനു ശേഷം ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമുക്കൊരു എൻട്രി കൂടി കൊടുക്കാം. ഓക്കെ, 4 ലോട്ട്സാണ്. 149 ആണ് ആവറേജ് പ്രൈസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് എടുത്ത എൻട്രി എന്ന് പറയുന്നത് 157 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് 200ലേക്ക് 40 പോയിൻറ്റ്സ് ആണുള്ളത്. 200 ഞാനൊരു ലെവൽ പറഞ്ഞു എന്നേ ഉള്ളൂ. സപ്പോർട്ട് ലെവലുണ്ട് സ്പോട്ടിൽ. സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മൊമെൻറ്റം വരും. അപ്പോൾ ആ ഒരു മൊമെൻറ്റം വരാനായിട്ട് നമുക്ക് നോക്കാം. വൺസ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റിലേക്ക് പോവും. സ്പൈക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ 1500 പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഡേ ഹൈ 160.20 ആണ് വന്നിട്ടുള്ളത്. യെസ്, ഇനി കപ്പിൾ ഓഫ് മിനിറ്റ്സിലൊരു സ്പൈക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. 9:50 ആണ് സമയം. 9:50 ₹2,000 പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലെവലാണ് ഞാനിപ്പം നോക്കുന്നത്. മേ ബി 23,220 ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. 23,200 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊന്ന് നമുക്ക് ഈ ഒരു ഇതിലും വാച്ച് ചെയ്യാം. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോള് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 160 ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു അഡീഷനും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ആ ഒരു കൺഫർമേഷന് ശേഷം മാത്രം ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആകെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ നമുക്ക് ചാർട്ടിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അതറിയുന്നവരുണ്ടെങ്കിൽ ആ ഒരു കൺഫർമേഷനിൽ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ നമുക്ക് ഇനിയും മുകളിലോട്ട് പോകും എന്നുള്ളൊരു വിശ്വാസത്തിലോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പം ബെയറിഷാണ്, ഇപ്പോൾ മറ്റേ വാർ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എന്തായാലും ഡൗൺ ആവും, അങ്ങനെയുള്ള തോട്ട്സ് ഒന്നും വെച്ചിട്ട് ചെയ്യാതിരിക്കുക. നമുക്ക് ചാർട്ടിൽ എന്താണോ അപ്പ് വരുമെങ്കിൽ അപ്പ് വരും. ആ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. എക്സ്റ്റേണൽ ന്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ശ്രദ്ധിക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് 9 മണി മുതൽ 3:30 വരെയുള്ള സമയമെങ്കിലും. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്, പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും മൊമെൻറ്റം വന്നിട്ടില്ല. 160.20 ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിക്കാം.
വൺസ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ മൊമെൻറ്റം വരാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ലോസ് ബെയർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം വരില്ല എന്ന് വിചാരിക്കാം, പക്ഷെ ഒന്നും പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുവാണെങ്കിലും നമ്മൾ ലോസ് ബെയർ ചെയ്തിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമുക്ക് ചെയ്യാം. യെസ്, നമ്മൾ ബാക്ക് ടു കോസ്റ്റ് എത്തിയിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് ഉദ്ദേശിച്ചൊരു മൂവ്മെൻറ്റ് വരാതെ അത് ചിലപ്പോൾ എഗെയിൻസ്റ്റ് വരും. നമ്മളത് അതിനും തയ്യാറാവണം. ആ റിസ്ക് എപ്പോഴും നമുക്കുണ്ട്. പിന്നെ ഡേ ഹൈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായി മാറിക്കഴിഞ്ഞു. ഓൾറെഡി ഒരു റിവേഴ്സൽ സൈനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ കോസ്റ്റിലുണ്ട്. നമ്മൾ ഹോൾഡ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഡിസിപ്ലിനോടുകൂടി നമ്മൾ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുക. യെസ്, ഡേ ഹൈയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 160 ലെവൽ ബ്രേക്ക് ചെയ്യട്ടെ. $157 വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി 4 ലോട്ട്സ് എടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള അഡീഷൻ എന്തായാലും തൽക്കാലം അവോയ്ഡ് ചെയ്യണം, കാരണം ഒരു റിവേഴ്സൽ സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം റൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. യെസ്, 160 ലെവൽ റീടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയുള്ളൊരു ബ്രേക്ക് ഔട്ട് എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ കഴിയില്ലെങ്കിലും നമുക്ക് ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കോൾ ഓപ്ഷൻ. അപ്പോൾ അതൊരു നല്ലൊരു സൈനാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ ഒരു 650 റുപ്പീസ് പ്രോഫിറ്റിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൈസ് റിജക്ഷൻ ഉണ്ട്. സ്പോട്ട് ചാർട്ടിൽ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. 5 മിനിറ്റ്സിൽ നമുക്കൊന്ന് നോക്കാം. സപ്പോർട്ടാണ് ഫോം ചെയ്യുന്നത്. ഡേലോയിലേക്കൊരു ഫോളാണ്. ഡേലോയിലേക്കൊരു ഫോൾ വരുമോ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് പ്രോഫിറ്റ്സ് ഒരിക്കലും ബുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു പ്ലസ് മൈനസ് എന്നുള്ളൊരു ഒരു സൈക്കിൾ നമ്മൾ കടന്നു പോയേ പറ്റൂ. അതിൽ നമുക്ക് ഒരിക്കലും നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതല്ലാതെ ഡയറക്റ്റ് എപ്പോഴും പ്രോഫിറ്റ് മാത്രം കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ എടുത്തതിന് ശേഷം എപ്പോഴും പ്രോഫിറ്റിൽ മാത്രം പോകുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴും കോസ്റ്റിൽ തന്നെയാണ്, 148 തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. വെരി റിസ്കി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പൊസിഷൻ. ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഒരു ക്രിട്ടിക്കലാണ് ഇനിയുള്ള കുറച്ച് ടൈം. $160 ലെവൽ ബ്രേക്ക് ചെയ്യണം. ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിതിൽ ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 700-800 റുപ്പീസ് ലോസിലാണ്. 4 ലോട്ട്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ആവറേജ് പ്രൈസ് 149. ഓക്കെ, യെസ്, മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷന് ശേഷം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടില്ല, പകരം നമുക്ക് ഡൗൺ ആവുകയാണ് ചെയ്തത് നമ്മുടെ പൊസിഷൻ. ഇപ്പോൾ അറൗണ്ട് കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. 160 ലെവൽ ബ്രേക്ക് ചെയ്യണം. 140 ലെവലിലേക്ക് ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 10 പോയിൻറ്റ്സ് വരെ നമുക്ക് ലോസ് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ അത് തിരിച്ച് കയറുന്നുണ്ട്. ഒരു ബ്രേക്ക് ഔട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 160 ലെവൽ ബ്രേക്ക് ചെയ്യണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ ആസ് ഓഫ് നൗ അത് 150 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. 150 ബ്രേക്ക് ചെയ്ത് 160 ബ്രേക്ക് ചെയ്യണം, അതാണ് ഡേ ഹൈ. ആ ഒരു ലെവൽ ഓൾറെഡി റീടെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റിസ്കി പൊസിഷനാണ് ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡേ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ പ്രീവിയസ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യണം. അത് വളരെ ഫാസ്റ്റായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ചിലപ്പോൾ ബുക്ക് ചെയ്തതിന് ശേഷമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു സൈഡ് വേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സമയമെടുക്കുമെന്നുള്ളതും പറയാൻ പറ്റില്ല. ഇപ്പോൾ റൈറ്റ് അവേ അത് 140 പുൾ ബാക്ക് അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പുൾ ബാക്ക് വന്നതിന് ശേഷം സപ്പോർട്ട് ലെവലിൽ നിന്ന് കയറുന്നതുകൊണ്ട് ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ 160 വരാം. പക്ഷേ 160 ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് നോക്കാം. 149. ഓക്കെ, $150. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു ഡൗൺഫോളാണ് കണ്ടിന്യൂ ചെയ്തത്. 160 ലെവൽ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് സേഫായിട്ടില്ല. 160 ബ്രേക്ക് ചെയ്യോ ഇല്ലയോ നമുക്ക് നോക്കാം. ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. വേറെ പൊസിഷൻസിൽ നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് നോക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ 160 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. സ്ക്വയർ ഓഫ് ചെയ്തു. കാര്യം 160 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. റീടെസ്റ്റ് ആണ് എഗെയിൻ വന്നിട്ടുള്ളത്. മേ ബി ഒരു പുൾ ബാക്കിന് ശേഷം ബ്രേക്ക് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് 157 നമ്മൾ ബുക്ക് ചെയ്തു. 160 ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രീവിയസ് ക്യാൻഡലിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. നമ്മൾ സേഫായിട്ട് ഈ ഒരു ട്രേഡിൽ 2000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എൻട്രി എടുക്കാം. അതൊരു 160 ബ്രേക്ക് ചെയ്യട്ടെ പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ പുൾ ബാക്കിന് ശേഷം നമുക്കൊരു നെക്സ്റ്റ് എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യാം.